ഫ്രൈ ആണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മട്ടനോ ബീഫോ അല്ലെങ്കിൽ ചിക്കൻ്റെ ലിവറോ ഇതുപോലെ തന്നെ ചെയ്യാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മട്ടൻ്റെ ലിവറാണ്. ഇത് ഞാനിപ്പോൾ ഒരു 1/2 കിലോ മട്ടൻ്റെ ലിവറാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതാണ്. അപ്പോൾ ലിവർ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് കളയണം. നന്നായി വാഷ് ചെയ്തിട്ട് വേണം ലിവർ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ലിവറിന് കുറച്ച് വേഗമുള്ളതാണ്. നമ്മൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നെങ്കിലും അതിന് കുറച്ച് വേഗമുണ്ട്. അപ്പോൾ നമ്മൾ അത് കുക്കറിൽ തന്നെ പറ്റുമെങ്കിൽ വേവിക്കാൻ നോക്കുക. കുക്കറിൽ വേവിച്ചിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ്, കുക്കറിൽ കുറച്ച് മസാലയൊക്കെ ചേർത്താണ് വേവിക്കുന്നത് ഞാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനൊരു കുക്കർ എടുത്ത ശേഷം അതിനകത്തേക്ക് മട്ടൻ്റെ ലിവർ ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് ഇപ്പം ഞാൻ ലിവർ ഇതിനകത്തേക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇപ്പം മല്ലിപ്പൊടി കുറച്ച് കൂടി നിൽക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്കതിലേക്ക്, ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ കപ്പ് ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്താലും മതി, അല്ലെങ്കിൽ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ 1 കപ്പ് ചെറിയ ഉള്ളിയാണിത്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്താലും മതി. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ചേർക്കുവാണ്. ഒരു 3 പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം, ഇടത്തരം കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി, ഇത്രയും ചതച്ച് വെച്ചേക്കുവാണ്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ്, കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കരുത്. കാരണം വെള്ളം നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഊറി വരും. ഇതിന് നമ്മൾ വെള്ളം അധികം ചേർത്ത് കഴിഞ്ഞാൽ ആ വെള്ളം പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കാൻ കുറേ സമയം എടുക്കേണ്ടി വരും ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് എടുക്കും. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതിങ്ങനെ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 or 3 വിസിൽ, ഞാനിപ്പോൾ ഒരു 3 വിസിലിട്ട് വേവിക്കുവാണ്. ഒരു 3 വിസിലിട്ടാൽ ലിവർ വേകും. അപ്പം നമുക്ക് ഇത് വേവിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം ഞാൻ ലിവറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പം ഒഴിച്ചു കൊടുക്കുവാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ലിവർ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ആ എണ്ണയും ആയിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ ഗ്രേവി എല്ലാം ഇതിനകത്ത് നന്നായിട്ട് വറ്റിച്ചെടുത്ത് അത് ഫ്രൈ ആക്കി എടുക്കണം. ഇത് നമ്മൾ ഒട്ടും വെള്ളം ഉപയോഗിച്ചല്ല വേവിച്ചത്, പക്ഷേ എന്നിട്ടും ഇതിനകത്ത് ഇത്രയും വെള്ളം ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ലിവറെല്ലാം എൻ്റെ ഗ്രേവി എല്ലാം വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുവാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുവാണ്. അപ്പോൾ എരിവൊക്കെ ഒരുപാട് വേണമെന്നുള്ളവർ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ എണ്ണ അധികം ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇത്രയും ഡ്രൈ ആക്കി എടുക്കുന്നുള്ളൂ.
ഇപ്പം നിങ്ങൾക്ക് ഇനിയും കുറച്ചുകൂടെ നന്നായിട്ട് മൊരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് നേരവും കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ലിവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റുമായിട്ടുള്ളൊരു ലിവർ ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബീഫിൻ്റെ ലിവറോ അതുപോലെ ചിക്കൻ്റെ ലിവറോ ഒക്കെ കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയ അഭിപ്രായം പറയുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.